ഒടുവിൽ ആ ലക്ഷ്യം ഇന്ത്യ സാധിച്ചിരിക്കുന്നു. 1/4 നൂറ്റാണ്ട് കാത്തിരുന്ന വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. റൌഫ് അസർ എന്ന കൊടും ഭീകരനെ ഇന്ത്യ കാലപുരിക്ക് അയച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എന്താണ് സാർ, ആരാണ് ഈ റൌഫ് അസർ? എന്താണ് അയാളുടെ പ്രത്യേകത? ഈ 1/4 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ചെകുത്താൻ, ലൂസിഫർ എന്നൊക്കെ വാക്കുകൾ നമുക്ക് സുപരിചിതമാണല്ലോ. ജീവിച്ചിരുന്ന ലൂസിഫറും ചെകുത്താനും ഒക്കെയാണ് അവർ. അതിൽ കൂടുതലൊന്നും വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തു ദുഷ്ടതരവും കാണിക്കും എന്നുള്ളത് അതെന്തൊക്കെയാണെന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. കാലം കരുതി വെച്ച ഒരു പ്രതികാരമായിരുന്നു ഇത്. അതിക്രൂരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളാണെന്ന് നടിക്കുന്ന സത്യവിരുദ്ധ ശക്തികളാണ്. സത്യവിശ്വാസികളല്ല, അസത്യവിശ്വാസികളാണ്. എന്ത് കുൽസിത മാർഗവും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ബ്ലീഡ് ചെയ്യുക, ഇന്ത്യയുടെ രക്തം ചൊരിയുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ്. 1947 ഒരുപാട് രക്തം ചിന്തി നേടിയെടുത്ത പാകിസ്ഥാൻ, ആ പാകിസ്ഥാനെ ഒരു രക്തദാഹിയായ രാഷ്ട്രമായിട്ട് മാറ്റുന്നതിൽ പ്രധാന പങ്കുവച്ച ഒരുത്തനാണ് റൌഫ് അസർ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാം. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മസൂദ് അസർ. കാശ്മീർ എന്ന് പറയുന്ന തല ഇന്ത്യയിൽ നിന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ട് ഭീകരമായ പല ഭീകര പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തുടർച്ചയായി നടത്തിയ കൊടും ഭീകരൻ അതാണ് റൌഫ് അസറല്ല, മസൂദ് അസർ എന്ന് പറയുന്ന വലിയ നേതാവ്. ഒടുവിൽ ഇന്ത്യ തന്ത്രപൂർവം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലെടുത്തു. ജമ്മു കാശ്മീരിലെ ജയിലിലെടുത്തു, ശ്രീനഗറിലെ ജയിലിൽ. ആ ജയിലിലടച്ച സമയത്ത് ഇദ്ദേഹം അന്നത്തെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകനായിരുന്നു. വമ്പിച്ച തോതിലുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനിടെ ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് അവരെയെല്ലാം നിങ്ങളൊരു ഹിന്ദുവിനെ കൊല്ലുമ്പോൾ നിങ്ങളെ സ്വർഗം വിളിക്കും, അവിടെ നിങ്ങൾക്ക് പോകാം എന്ന് അന്ധവിശ്വാസം പഠിപ്പിച്ച ഒരു കൊടും ഭീകരൻ. അങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വരിയായിട്ട് സംഘടനയിൽ. ഇന്ത്യയിലെ അവർ ചെയ്യാത്ത ക്രൂരതകളില്ല. പാവപ്പെട്ട ആൾക്കാരെ കൊല്ലുക, അമുസ്ലിങ്ങളായ ആൾക്കാരെ കാണുമ്പോൾ കൊല്ലുക, നമ്മുടെ ദീപാവലിക്ക് ഷോപ്പിങ്ങിന് പോകുന്ന പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലുക, അങ്ങനെ ചോറ്റുപാത്രത്തിനുള്ളിൽ ബോംബ് ഒളിച്ചു വെച്ച് മാർക്കറ്റിലിട്ട് പൊട്ടിച്ച് അങ്ങനെ കൊല്ലുക, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കൊണ്ട് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ റിക്രൂട്ടുകൾ ചെയ്ത പരിപാടികളാണ്. സേനയിൽപ്പെട്ട ഈ ചെകുത്താൻ സേനയിൽപ്പെട്ട ആൾക്കാർ ഇന്ത്യയിലുടനീളം ചെയ്തു. ഇദ്ദേഹത്തെ പിടിക്കാൻ ഒരു രക്ഷയില്ല. ഈ മസൂദ് അസറിനെ 99 ജയിലിൽ കിടന്ന അതെ, ഇദ്ദേഹത്തിനെ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് അത് കാശ്മീരിനെ തല വെട്ടാൻ വേണ്ടി വന്നതാണ്. അത് നടക്കാതെ വന്നപ്പോൾ ചെയ്ത ക്രൂരകൃത്യങ്ങളാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള റൌഫ് അസർ എന്ന് പറയുന്ന വ്യക്തി, മസൂദ് അസറിൻ്റെ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് റൌഫ് അസർ. അദ്ദേഹം എന്തു ചെയ്തു എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് IC-84 എന്നുള്ള ഒരു വിമാനം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ആ വിമാനം ഇദ്ദേഹവും കൂട്ടാളികളും കൂടി ചേർന്ന് റാഞ്ചി. അന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഗാന്ധാര ദേശം ഭരിച്ചിരുന്നത് താലിബാൻ, ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള താലിബാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന താലിബാൻ അല്ല. ആ താലിബാൻ ഇന്ത്യയുടെ സഹായം സ്വീകരിക്കുകയും ഇന്ത്യക്ക് സഹായഹസ്തം പാകിസ്ഥാൻ്റെ പ്രശ്നത്തിൽ തരികയും ഇന്ത്യയെ മോറലായിട്ട് സപ്പോർട്ടും ചെയ്യുന്ന താലിബാനാണ്. താലിബാൻ ഒരുപാട് പേരുകളുണ്ട്, താലിബാൻ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ളത്. പാകിസ്ഥാനുമായിട്ട് ശത്രുത പുലർത്തുന്നവരുമാണ്. പാകിസ്ഥാൻ അവരുടെ ശത്രുക്കളാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ സംഘടന അന്നത്തെ താലിബാൻ, ഇന്ത്യ വിരുദ്ധമായ താലിബാൻ,
കാശ്മീർ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന താലിബാൻ. ഇപ്പോൾ കാശ്മീർ പ്രശ്നത്തിൽ ഇപ്പോഴത്തെ താലിബാൻ ഇടപെടുന്നതേയില്ല. ആ മറ്റേ താലിബാൻ അങ്ങനെയല്ല. അതിരിക്കട്ടെ, ആ താലിബാൻ ഭരിക്കുന്ന കാശ്മീർ, അഹമ്മദ് വക്കീൽ എന്നായിരുന്നു അന്നത്തെ അവരുടെ ഈ കാര്യം കൈകാര്യം ചെയ്ത വിദേശകാര്യമന്ത്രിയുടെ പേര്. കാണ്ഡഹാർ എന്ന് പറയുന്ന നമ്മുടെ ഗാന്ധാര ദേശമാണത്. അതിൻ്റെ പരിഷ്കരിച്ച പേരാണ് കാണ്ഡഹാർ എന്ന്. ആ കാണ്ഡഹാറിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിച്ചു. ഊഷരമായ ഭൂമിയാണത്. ആ ഊഷരമായ പ്രദേശത്ത് കൊണ്ടുപോയി ഇന്ത്യയിലെ ഇന്ത്യക്കാരെ അവിടെ ലാൻഡ് ചെയ്യിച്ചു. അന്നും BJP ഭരിക്കുന്നത്. AB വാജ്പേയിയാണ് പ്രധാനമന്ത്രി. കാശ്മീരുമായിട്ട് കാശ്മീരത്ത് നമ്മൾ വീണ്ടും കാശ്മീരിയത്ത് എന്ന് പറയുന്ന അവരുടെ ആ സ്നേഹമനോഭാവം നമ്മൾ വീണ്ടെടുക്കും എന്ന് പറയുകയും ലാഹോറിലേക്ക് ട്രെയിനിൽ കയറി പോവുകയും ചെയ്ത് പാകിസ്ഥാനുമായിട്ട് അടുക്കാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. ലോകം അറിയപ്പെടുന്ന സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള പ്രധാനമന്ത്രി, ലോകാരാധ്യനായ വാജ്പേയി. അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു ചെയ്തത്. ഇത്രയൊക്കെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് വിമാനം റാഞ്ചി കൊണ്ടുപോയി. അവരെ നോക്കുന്നില്ല, മുസ്ലിമാണോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടിട്ട് അവർക്ക് വേണ്ടി വിലപേശി ബന്ദികളാക്കി ഇന്ത്യക്കാർ. ബന്ദികളാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ ബഹളമുണ്ടാക്കി. പ്രതിപക്ഷമുണ്ടല്ലോ അവർക്ക്. സോണിയ കോൺഗ്രസ്, നമ്മുടെ ദേശസ്നേഹം അത്രമാത്രം ഉണ്ടെന്നും കൂടെ ഓർക്കണം. അവരെല്ലാം കൂടെ ബഹളമുണ്ടാക്കി. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അവരെ മോചിപ്പിക്കണം. അവർ പാർലമെന്റിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കുന്നു. അവരുടെ ആവശ്യം എന്തായിരുന്നെന്ന് അറിയാം? മസൂദ് അസർ എന്ന് പറയുന്ന നിരവധി ഇന്ത്യക്കാരുടെ കൊലയാളിയായിട്ടുള്ള കശാപ്പുകാരനായ മസൂദ് അസറിനെ വിട്ടുതരിക എന്നുള്ളതായിരുന്നു ആവശ്യം. ജസ്വന്ത് സിംഗ് ആണെന്ന് പ്രതിരോധ മന്ത്രി, പഴയ ബ്രിഗേഡിയറാണ് അദ്ദേഹം. അപ്പോൾ എന്തു ചെയ്യും? ജനങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രതിസന്ധിയാണ്. ഒരു കോൺഫ്ലിക്റ്റ് അല്ല, ഇറ്റ് ഈസ് എ ക്രൈസിസ്. ആ ക്രൈസിസ് വന്നപ്പോൾ ജസ്വന്ത് സിംഗ് തന്നെ ഞങ്ങൾ വിട്ടുതരാം. എവിടെ കൊണ്ടു കൊടുക്കണം? കാണ്ഡഹാറിൽ കൊണ്ടുപോയി കൊടുക്കണം. അദ്ദേഹം പ്രത്യേക എയർഫോഴ്സ് വിമാനത്തിൽ അദ്ദേഹം കാശ്മീരിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നു നമ്മുടെ മസൂദ് അസറിനെ. ആ മസൂദ് അസറിനെ വിമാനത്തിൽ VIP പരിഗണനയോടുകൂടി ഈ പരന്നാറിയെ, ഈ നികൃഷ്ട ജീവിയെ, ഈ ചെകുത്താനെ, അതിലും താഴെ ഒരു വാക്ക് എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ നിർത്തുന്നു. ആ വിമാനത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള റൌഫ് അസർ, ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന റൌഫ് അസറിന് കാണിക്ക വെച്ചു. അങ്ങനെ ഇന്ത്യക്കാരുടെ മോചനം, അവരുടെ സമ്മർദ്ദമൊക്കെ ഒഴിവാക്കുക ചെയ്തത്. ഇങ്ങനൊരു പ്രശ്നം. അതുപോലെ ഈ റൌഫ് അസർ ആ ഒരു സംഭവത്തിൽ മാത്രമാണോ? അതിനുശേഷം നടന്ന മറ്റു സംഭവങ്ങളിലൊക്കെ റൌഫ് അസറിന് ബന്ധമുണ്ടെന്ന് കേൾക്കുന്നു. പല ആക്രമണങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് ഈ ജെയ്ഷെ മുഹമ്മദ് സംഘടന വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന സംഘടനയുടെ പേര് ഹർക്കത്തുൽ മുജാഹിദീൻ എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ കാശ്മീരിൽ ഒരുപാട് പണ്ഡിറ്റുകളെ കൊന്നിട്ടുണ്ട്. ഒരുപാട് ഭീകരാക്രമണം ഇന്ത്യയിലെമ്പാടും സംഘടിപ്പിച്ചിട്ടുണ്ട്. പിടികിട്ട പുള്ളിയായിരുന്നു ഇദ്ദേഹം. ആ പിടികിട്ട പുള്ളിയെ പിടിച്ചകത്തിട്ടതിൻ്റെ പ്രതികാരമായിരുന്നു വിമാന റാഞ്ചൽ. അപ്പോൾ ഇന്ത്യക്ക് അതിനുശേഷം അതാണ് സംഭവം. ഏറ്റവും പ്രധാനപ്പെട്ട മസൂദ് അസർ പാർലമെൻറ്റ് ആക്രമണം ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലുള്ള സൂത്രധാരൻ ഇദ്ദേഹമായിരുന്നു. ആ ശരിക്കും പറഞ്ഞാൽ തീവ്രവാദികളുടെ പിതാമഹനായിരുന്നു, തീവ്രവാദികളുടെ മേധാവിയായിരുന്നു, എല്ലാ തീവ്രവാദത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 10 കുടുംബാംഗങ്ങളെയാണ് നമ്മൾ ഇന്നലത്തെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇല്ലാതാക്കിയത്. ഇപ്പോൾ നമ്മൾ അറിയുന്നതും പറയുന്നതും സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടണം. നമുക്ക് സഹോദരിയും ഭർത്താവും ഒക്കെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ റൌഫ് അസറിൻ്റെ കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞ് വിക്രം മിസ്ത്രി വിദേശകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയുകയില്ല. കാരണം ഇവർ പല വേഷത്തിലൊക്കെ വരുമെന്നേ. ഒരേ ആൾ തന്നെ പല ആളുകൾ തന്നെ ഒരേ വേഷത്തിൽ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ചതികൾ ഇവർ നടത്തും. പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല ഇവർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഇന്നത്തേക്ക് നമുക്കതിൻ്റെ കാര്യത്തിലൊരു സ്ഥിരത ഉണ്ടാകും, ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് കഴിയുന്നത്. എന്തായാലും ഇത് പരമകാരുണികനായ ഈശ്വരൻ ചെയ്ത നീതിയാണ്. കാലം കാത്തിരുന്ന പ്രതികാരം, കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ സൂത്രധാരത്വത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് കിട്ടുന്ന പരമശാന്തിയാണ്.